ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അഗ്രോഗ്രീൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അഡീനിയം പ്രൂൺ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സുഹൃത്തുക്കൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അഡീനിയം പ്രൂൺ ചെയ്തതിന് ശേഷം കൊടുക്കുന്ന വളങ്ങളും അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അഡീനിയം പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ അതിനു മുൻപ് അഡീനിയം പ്രൂൺ ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അപ്പോൾ പ്രൂൺ ചെയ്ത് ഏകദേശം ഇലയൊക്കെ വന്നതിന് ശേഷം നമ്മൾ വളം കൊടുക്കുക. പുഷ്പിക്കാനുള്ള വളം ഇത്ര ഇല വന്നതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് NPK 19-19-19 നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം പൊട്ടാഷ്, ഇതെല്ലാം തുല്യ അളവിൽ തന്നെ എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ ഇട്ടാണ് നട്ടത്. അപ്പോൾ പുഷ്പിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കേണ്ടുന്ന വളങ്ങൾ പൊട്ടാഷ്, NPK 19-19, അതുപോലെ DAP, ഇത് മൂന്നും ഞാൻ തുല്യ അളവിലാണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ സ്പൂൺ, ചെറിയ സ്പൂണിൽ ഓരോ സ്പൂണ് വലിയ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തടങ്ങൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സൈഡിലിട്ട് കൊടുക്കാം, ഒരു സ്പൂണ്. അതിനുശേഷം നല്ല രീതിയിൽ 2 നേരം നനച്ചു കൊടുക്കണം. വെള്ളം കൂടുതൽ ഒഴുകി പോകാത്ത രീതിയിൽ വേണം നനച്ചു കൊടുക്കാൻ. കൂടുതൽ ഒഴുകി പോയി കഴിഞ്ഞാൽ വളങ്ങളൊക്കെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. വളങ്ങളൊക്കെ ഇട്ട് ഏകദേശം ഒരു 20 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഫ്ലവറിങ് വന്നു തുടങ്ങുന്നതാണ്. മുട്ടകളൊക്കെ വന്ന് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാ വർഷവും പ്രൂൺ ചെയ്യുകയും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മുടെ അഡീനിയം നല്ല ഷേപ്പിലൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല പൂക്കളും ഉണ്ടാവുകയുള്ളൂ. അത് എല്ലാവരും ചെയ്യുക. പിന്നെ കൂടാതെ ഇടയ്ക്ക് നമുക്ക് സാഫ് എന്ന ഫംഗിസൈഡ് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കീടനാശിനിയായിട്ട് എന്തെങ്കിലും വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമോ അല്ലെങ്കിൽ കെമിക്കലായിട്ട് നമ്മൾ റോസിനൊക്കെ അടിക്കുന്ന വളം കിട്ടും, വളമല്ല കീടനാശിനി കിട്ടും. അത് നമുക്ക് ഇതിൽ ഒരു 3 ഗ്രാമോ അല്ലെങ്കിൽ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നമുക്കിതുപോലെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൂമുട്ടകളൊക്കെ കരിയുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഒരു പ്രാണി വന്ന് അതിൻ്റെ നീരൊറ്റി കുടിക്കും, അപ്പോൾ പൂമുട്ടകൾ കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം പ്രൂൺ ചെയ്തതിന് ശേഷം ഉണ്ടായ പൂക്കളാണ്. എല്ലാം പൂത്തിട്ടില്ല, നല്ല രീതിയിൽ പൂക്കളായി വരുന്നതേ ഉള്ളൂ. ചുവട്ടിലുള്ള കളകളൊക്കെ അപ്പോൾ തന്നെ നീക്കം ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അഡീനിയം വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അഡീനിയം. എല്ലാവരും വാങ്ങുന്ന ഒരു ചെടി കൂടിയാണ് അഡീനിയം. കാരണം കൂടുതൽ മറ്റുള്ള ചെടികളെ പോലെ പരിപാലനം വേണ്ട എന്നുള്ളത് തന്നെയാണ് മെയിൻ കാരണം. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലും വെള്ളം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ചൂട് സമയത്ത് ഫ്ലവർ എപ്പോഴും നിലനിൽക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം. വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ പൂവ് ഫ്രഷായിട്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും വാടി പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ചൂട് സമയത്ത് വെള്ളം അത്യാവശ്യമാണ്. അതുപോലെ മഴ സമയത്ത് ഈ ചെടികളെ മാറ്റി മഴ നനയാതെ വയ്ക്കുന്നതും നല്ലതായിരിക്കും. ഇതെല്ലാം ഏകദേശം 8-9 വർഷം പ്രായമായ എൻ്റെ അഡീനിയം ചെടികളാണ്. ഞാൻ കുറച്ച് സംരക്ഷണക്കുറവുണ്ടായിരുന്നു, അത് കാരണം റിപ്പോർട്ടിങ് ചെയ്യാതെ വെച്ചിരുന്നതാണ്. ഇപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തത്.
എല്ലാ അടിയനവും പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ. ഇതൊക്കെ വലിയ ഫ്ലവറാണ്, അതിൻ്റെ വെയിറ്റ് കൊണ്ട് തൂങ്ങിപ്പോകുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സിംഗിൾ പെറ്റലാണ്. കാരണം നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവുകയും നല്ല ഭംഗിയുമാണ്. ഈ മൾട്ടി പെറ്റൽ കൂടുതൽ താന്ന് പോകും, അതിൻ്റെ വെയിറ്റ് കൊണ്ട് താഴോട്ട് വീണു പോകുന്ന ഒരവസ്ഥയുണ്ട്. എല്ലാം താഴോട്ടാണ് നിൽക്കുന്നത് മൾട്ടി പെറ്റൽ. സിംഗിൾ പെറ്റലാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിലനിൽക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിനു മുൻപ് ഒത്തിരി പേർക്ക് ഇതിൻ്റെ പ്രൂൺ ചെയ്തപ്പോൾ കമ്പുകൾ നൽകിയിരുന്നു. അടുത്ത പ്രാവശ്യം പ്രൂൺ ചെയ്യുമ്പോൾ ആവശ്യമുള്ളവർ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കമ്പുകൾ തരുന്നതാണ്. അന്ന് കമ്പ് കൊടുത്തവരൊന്നും മെസ്സേജ് ചെയ്തിട്ടില്ല എന്തായി എന്നൊക്കെ. അവരൊന്ന് മെസ്സേജ് ചെയ്യുക, പിടിച്ചു കിട്ടിയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ നട്ട കമ്പുകളൊക്കെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.